നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FA കപ്പിന്റെ കിരീടം ചൂടിയാൽ എറിക് ടെൻ ഹാഗിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിൽക്കാൻ കഴിയുമോ? കിരീടം ചൂടിയാലും അദ്ദേഹം പുറത്തേക്ക് പോകും എന്ന തരത്തിലാണ് പലരും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ കിരീടം ചൂടിയാലൊക്കെ തൊട്ടു പിന്നാലെ പുറത്താക്കുമോ? വാൻഗാലിന്റെ അനുഭവം എന്തായിരുന്നു? വാൻഗാല് നിങ്ങളൊന്ന് ഓർക്കുക, എന്താ ലൂയി വാൻഗാലിന് സംഭവിച്ചത്? ഏറ്റവും ഒടുവിൽ യുണൈറ്റഡ് FA കപ്പിൽ കിരീടം ചൂടിയത് അദ്ദേഹത്തിന്റെ കാലത്തല്ലേ? അങ്ങനെ ആ ഒരു കിരീടമൊക്കെ ചൂടിയതിനു ശേഷം പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തെ സാക്ക് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ നിങ്ങൾക്ക് ഈ കപ്പാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, മീഡിയക്കാരായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ്, അവരെന്നെ 6 മാസം മുമ്പ് തന്നെ സാക്ക് ചെയ്തു എന്ന് പറഞ്ഞതാ. ഇപ്പോഴെന്തായി? ഞാൻ കിരീടം ചൂടിയിട്ടുണ്ട്. ഏതായാലും ക്ലബ്ബ് വിടുന്നതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാനേ ഇല്ല, നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇതാ കപ്പാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് വാൻഗാൽ പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ വാൻഗാലിനെ യുണൈറ്റഡ് പുറത്താക്കി. ആ വാൻഗാലിന്റെ വഴിയിലേക്കാണോ ടെൻ ഹാഗ് പോകുന്നത്? ആ ഡച്ചുകാരന്റെ വഴിയിലേക്കാണോ ഈ ഡച്ചുകാരൻ പോകുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ഫുട്ബോളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോക്കുക, ESPN FC ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ജേർണലിസ്റ്റ് റോബ് ഡോസൺ പറഞ്ഞ കാര്യം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾറെഡി തോമസ് ടൂഷേൽ, മൗറിസിയോ പൊച്ചറ്റീനോ, അതുപോലെ തന്നെ ഇപ്സ്വിച്ച് ടൗണിന്റെ ബോസ് ആയിട്ടുള്ള കീഴൻ മക്കന്ന, ബ്രെൻഫോർഡിന്റെ മാനേജർ ആയിട്ടുള്ള തോമസ് ഫ്രാങ്ക്, ഇവരുടെയൊക്കെ റെപ്രസെന്റേറ്റീവ്സുമായിട്ട് ഇൻഫോർമൽ ടോക്ക് നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പൊ അതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ടെൻ ഹാഗ് പുറത്തു പോകാൻ തന്നെയാണ് സാധ്യതകൾ തെളിയുന്നത്. ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.